ഹലോ ആ രേണു, മണിലാല, ഒരു ഷോക്കിംഗ് എക്സ്ക്ലൂസീവ് ഇപ്പൊ കിട്ടിയ ഇൻഫർമേഷൻ. സംതിങ് ഇമ്പോർട്ടന്റ്. നിന്റെ ചാനലിനെ ഇന്ന് രാത്രി ഓൺ എയർ പോകാൻ പറ്റും. ഒരിക്കലും ആർക്കും കിട്ടാത്ത ഒരു എക്സ്ക്ലൂസീവ് ഞങ്ങൾ ചെയ്യാൻ പോകും. വേണോ വേണ്ട? നമ്മൾ ഇന്ന് രാത്രി ഓൺ എയർ പോവാണ്. ഗെറ്റ് എവറിത്തിങ് സെറ്റ്. പിന്നെ വൈകിട്ട് 6 മണി തൊട്ട് പ്രമോ പോകണം. പ്രമോ കേരളത്തെ ഞെട്ടിക്കുന്ന തീ പിടിച്ചൊരു ചരിത്ര വാർത്തയുമായിട്ട് NBA ഇന്ന് രാത്രി 10 മണിക്ക് ലോഞ്ച് ചെയ്തു. ഇന്റർനെറ്റിൽ എഫ്എമ്മിലൊക്കെ പ്രമോ വരണം. ഓക്കെ ഋഷി, പ്രമോ കണ്ടിട്ട് 10 മണിക്ക് ജനങ്ങൾ ഞെട്ടാൻ കാത്തിരിക്കും. പക്ഷേ ഈ ഇൻഫർമേഷൻ തെറ്റാണെങ്കിൽ ഞെട്ടിക്കാവുന്ന 4 സ്റ്റോറി നമ്മുടെ കയ്യിലുണ്ടല്ലോ. അതിൽ ഏതെങ്കിലും എടുത്ത് നമുക്ക് തുടങ്ങും. അത്ര തന്നെ. അതെ, ഇപ്പൊ തന്നെ പ്ലേ ഔട്ട് ഫോർവേഡ്. ഓക്കെ. എന്താ 5M വാട്ടർ പ്രൂഫ് USB വയർ ക്യാമറ. സാധാരണ സർജിക്കൽ പർപ്പസിന് യൂസ് ചെയ്യുന്നതാണ്. ഇവൻ ആമാശയത്തിലും കൊടലിലും വരെ കയറി ഷൂട്ട് ചെയ്യും. നമ്മുടെ പർപ്പസിന് 62 ഡിഗ്രി വൈഡ് വിഷ്വൽസ് വ്യൂ. AV വിഷ്വൽസ് മുത്ത് പോലെ ഇരിക്കും. ഹൈ റെസൊല്യൂഷൻ. പിന്നെ നീ ഇൻട്രോ പറയാനുള്ള വേർഡിംഗ് സെറ്റ് ചെയ്തോ? വണ്ടി വെച്ച് ഞാൻ എടുത്തേക്കാം. അത് വേണോ? വേണം. വിഷ്വലിന് മുമ്പ് നിന്റെ മുഖം പറഞ്ഞ സ്ക്രീനിൽ. അല്ലെങ്കിൽ ഇതിന്റെ ഒരു മൈലേജ് നിനക്ക് കിട്ടില്ല. റെഡി? റോളിംഗ്. ഭാരതത്തിന്റെ നിയമനിർമ്മാണ പ്രക്രിയയിലേക്കും ഭരണ സംവിധാനത്തിലേക്കും പണത്തിന്റെ പിൻബലം കൊണ്ട് മാത്രം ഒരാൾ നുഴഞ്ഞുകയറ്റം നടത്തുന്നതിന്റെ അമ്പരപ്പിക്കുന്ന ദൃശ്യങ്ങളിലേക്കും വാർത്തയിലേക്കുമാണ് ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നത്. തന്റെ രാജ്യസഭാ സ്ഥാനാർത്ഥിത്വത്തിനായി വ്യവസായി രാജൻ കർത്ത ഡെമോക്രാറ്റിക് പാർട്ടി പ്രസിഡന്റ് ഭരതൻ പിള്ളയ്ക്ക് കോടികൾ കൈമാറുന്ന കാഴ്ച കാണുക. ഈ പറഞ്ഞതൊക്കെ കണ്ടാൽ മതിയായിരുന്നു. കുറച്ച് പാൻഡ് റൈറ്റ് സർ. സർ ഓക്കെ ഫൈൻ. അതാണ് ഭരതൻപിള്ള സാർ. ആ വിനയം, ആ എളിമ. നമുക്ക് നാളെ കണ്ടാ പോരെ? ശരി സാർ. ഞങ്ങളങ്ങോട്ട്. അപ്പൊ ശരി, കേട്ടാ എല്ലാം പറഞ്ഞ പോലെ.
വാ 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 നമസ്കാരം നമസ്കാരം. തീരുമാനം വരുന്നതുവരെ എനിക്ക് വലിയ പ്രതീക്ഷകളൊന്നും ഉണ്ടായിരുന്നു. എന്തായിരുന്നു പാർട്ടിക്കാരുടെ എതിർപ്പ്? ഒച്ചയും ബഹളവും ഒക്കെ അവറ്റകൾ ഇവിടെ ഉണ്ടാക്കൂ. ഒറ്റ എണ്ണത്തിന്റെ ശബ്ദം അങ്ങ് ഡൽഹിയിലെത്തില്ല. അതല്ലേ താൻ പറഞ്ഞപ്പോഴേ ഞാൻ കയറി കൈ തന്നത്. ഇനി എന്റെ കയ്യിലേക്ക് വരേണ്ടത് അത് സംശയിക്കണ്ട, സാറിന്റെ ഫ്രിഡ്ജിന്റെ കീ തന്നെ. കഴിഞ്ഞ ദിവസം വർഗീസിനോട് പറഞ്ഞ് ഞാൻ എടുപ്പിച്ചതാ, ഒരു ചെറിയ റിപ്പയറിനെന്നും പറഞ്ഞു. സാറ് പറഞ്ഞ തുക മുഴുവനും എണ്ണി നോക്കി. രാജ്യസഭാ സീറ്റിനുള്ളതേ ആയിട്ടുള്ളൂ. സഹയാണെങ്കിലും ഒരു കേന്ദ്രമന്ത്രി കിരീടം വന്നോണ്ടിരിക്കുക, അത് മറക്കണ്ട. മറക്ക്, ഞാൻ ദാ ഇങ്ങനെ ഓർത്തുകൊണ്ടേയിരിക്കും. പോരെ? ആ മതി. പിള്ളേരുടെ വീടിന്റെ ബാക്ക് ഡ്രോപ്പിൽ തന്നെ വേണം. Come on, okay. ഭാർഗവിയുടെ വീടിന് മുന്നിൽ നിന്ന് ക്യാമറമാൻ വേണുവിനോടൊപ്പം രേണുക. Police, police, പെട്ടെന്ന് വണ്ടി എടുക്കട്ടെ. ഇവിടുത്തെ 1 കിലോമീറ്റർ പോകുന്ന റൗണ്ട് അബൌട്ട് ഉണ്ട്. അവിടെ നേരെ റൈറ്റിലോട്ട് തിരിഞ്ഞ് അവിടെ പോയിട്ടാണ്. എന്താ ഇവിടെ ചുറ്റിക്കളി? ഒന്നുമില്ല ആ വണ്ടി ഇപ്പൊ ആരാടും? സാർ, അവര് വഴി ചോദിക്കായിരുന്നു, ഞാൻ പറഞ്ഞു കൊടുത്തു. ഹലോ സാർ, സി ആന്റണിയാണ്. എന്താടോ താൻ എന്നെ കാണണമെന്ന് പറഞ്ഞിട്ട്? കണ്ടിട്ടൊരു പത്രപ്രവർത്തനം തോന്നുന്നു. പത്രപ്രവർത്തകനോ? റോയിറ്റേഴ്സ്, BBC, ഡൽഹി ബേസ്ഡ്. അപ്പോ ലോക്കൽ ചാനലൊന്നും അല്ല. എന്തായിരുന്നു ഉദ്ദേശം? ലുക്ക് സാർ, ഇത് റോങ് ഫുൾ കൺഫൈൻമെന്റ് ആണ്. എന്നെ ഒരു ക്രിമിനലിനെ പോലെ ഇങ്ങനെ പിടിച്ചു വയ്ക്കാന്ന് പറഞ്ഞാൽ നാഷണൽ റേറ്റിംഗ് ഉള്ള ഒരു മാധ്യമ പ്രവർത്തകനാണ് ഞാൻ. ഓക്കെ ഓക്കെ, ഈ റോയിറ്റേഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ എത്ര പോലീസുകാർക്ക് അറിയാം? നിങ്ങളൊക്കെ പുറത്തിറങ്ങി നിൽക്ക്. വേണുരിക്കെ വേണ്ട, എന്തായിരുന്നു ഇൻഫർമേഷൻ? നിങ്ങൾ എന്ത് കണ്ടു? ഷൂട്ട് ചെയ്തു? പറയടോ. ഏയ് മിണ്ടരുത്. സാർ ഊഹിച്ചു തന്നെയായിരുന്നു ഇൻഫർമേഷൻ തെറ്റാണെന്ന് പിന്നീടാണ് മനസ്സിലായത്. എങ്ങനെ? കറുത്ത സാർ കൈയും വീശിയാണ് വന്നത്. പണമടങ്ങുന്ന ബാഗോ ബ്രീഫ് കേസോ ഒന്നും ഉണ്ടായിരുന്നില്ല. സാർ, എന്താണോ? പോലീസ് ആ വാൻ ചേസ് ചെയ്ത് പിടിച്ചെന്ന് ഒരു വയർലെസ് മെസ്സേജ് കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് NBA എന്ന് പേരുള്ള പുതിയ ചാനലിൻ്റെ വണ്ടി ഇന്ന് രാത്രി ലോഞ്ച് ചെയ്യുന്ന ചാനലാണ്. TV-ൽ ഇപ്പോൾ ഫ്ലാഷ് ന്യൂസ് വരുന്നുണ്ട്. വണ്ടിയിൽ നിന്നൊന്നും കിട്ടിയില്ല, ഡ്രൈവർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് വണ്ടി വിട്ടയച്ചു. NBI, News Bureau of India. Tonight at 10 p.m. we are launching. വാർത്തയുടെ പുതിയ വിസ്ഫോടനവുമായി tonight at 10 p.m. ഈ വാർത്ത ഞങ്ങളെ ഞെട്ടിക്കോടോ? പറ, അങ്ങനെ വല്ലതും ആണെങ്കിൽ ഇപ്പൊ നീ പറയുന്നതാ കച്ചവടം. വാരി മുന്നിലേക്ക് ഇട്ടുതരാൻ ഞാൻ 5 മിനിറ്റേ ഉള്ളൂ. പറടാ. എനിക്കറിയില്ല സാർ. വർഗീസേ, ഒരു ആംബുലൻസ് റെഡിയാക്കി നിർത്ത്. 2 മിനിറ്റുള്ളിൽ ഇവിടെ എത്താവുന്ന ദൂരത്ത്. ഹലോ, അതെ, ഭരതംപിള്ള. ഹലോ ഹലോ. ആരാ? അറിയില്ല, കട്ടായി. തിരിച്ചു വിളിക്കുക.
NBI ന്യൂസ് ബ്യൂറോ ഓഫ് ഇന്ത്യ. സത്യസന്ധമായ വാർത്തകൾക്ക് മുഖവര ആവശ്യം. അതുപോലെ തന്നെ യാതൊരു മുഖവരയും കൂടാതെ NBI ഇന്ന് ഈ നിമിഷം മുതൽ നിങ്ങളുടെ മുന്നിലേക്ക് പുതിയൊരു വാർത്താ ചാനൽ എന്ന നിലയ്ക്ക് സ്വാഭാവികമായും ഒരു എക്സ്ക്ലൂസീവ് വാർത്തയുമായാണ് ഞങ്ങൾ നിങ്ങളുടെ മുന്നിലെത്തുന്നത്. കുംഭസാരങ്ങൾ ചാനൽ സ്ക്രീനുകളിൽ നാം പലതവണ കണ്ടിട്ടുണ്ട്. എന്നാൽ കേരള മനസ്സാക്ഷിയെ ഞെട്ടിക്കുന്ന ഒരു കുംഭസാര രഹസ്യം ഒരു വൈദികൻ നമുക്ക് മുന്നിൽ വെളിപ്പെടുത്തുകയാണ്. 2003 കോളിളക്കം സൃഷ്ടിച്ച ജോസഫ് എന്ന യുവാവിന്റെ ഡോക്ടർ മരണം മുൻ മന്ത്രി മാമൻ തിരുവള്ളയ്ക്ക് വേണ്ടി നടത്തിയ ആസൂത്രിത കൊലപാതകമായ സോറി ഫോർ ദി ഇൻകൺവീനിയൻസ്. വർഗീസേ, വേണുവിനെ എവിടാന്ന് വെച്ചാൽ ഡ്രോപ്പ് ചെയ്യാൻ പറയും. സോറി. താൻ എന്തൊക്കെയാണോ ഈ കാട്ടിക്കൂട്ടിയത്? ഞാനാണോ ആംബുലൻസ് വരെ ബുക്ക് ചെയ്തത് ആരാ? ഇനി അഥവാ അതാണ് വാർത്തയെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ഇവിടുന്ന് ചിലത് മാറ്റണം. താൻ കൊണ്ടുവന്ന ക്യാഷ് എന്ത് ചെയ്യും? അതിനു വേണ്ടിയാ, അല്ലാതെ അല്ല. മാമൻ ഗുരുള്ള മറ്റൊരു സഭയിൽ അംഗമായതിനാൽ അങ്ങയുടെ വെളിപ്പെടുത്തൽ ഇതേതച്ഛൻ? പശ്ചാത്തപിക്കാത്ത പാപി ശിക്ഷയ്ക്ക് അർഹനാണ്. എന്താണ് പറ്റിയത്? എടാ രേണു എവിടെ? നിങ്ങൾ ഒരുമിച്ചല്ലേ പോന്ന്? അവസാന നിമിഷം വരെ കാത്തു നിങ്ങളെ കാണാതായപ്പോഴാ വേറൊരു സ്റ്റോറി ഏറിയത്. എന്താ ഉണ്ടായെന്ന് പറ. 9 മണിക്ക് ഞാൻ അവളെ കയറ്റി വിട്ടതാണ്, ഷൂട്ട് ചെയ്ത ഫുട്ടേജുമായിട്ട്. എടാ അവക്ക് എന്തെങ്കിലും പറ്റിക്കാണോ? പേടിക്കാരി, അവൾക്കൊന്നും പറ്റില്ല. അല്ല, നമുക്കിപ്പോ തന്നെ ഇഷ്യൂ ഏറെ ചെയ്താലോ? അമ്പരപ്പിക്കുന്ന ദൃശ്യങ്ങളിലേക്കും ഋഷി, വാർത്തയിലേക്കുമാണ് ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നത്. തന്റെ രാജ്യസഭാ സ്ഥാനാർത്ഥിത്വത്തിനായി വ്യവസായി രാജൻ കർത്ത ഡെമോക്രാറ്റിക് പാർട്ടി പ്രസിഡന്റ് ഭരതൻ പിള്ളയ്ക്ക് കോടികൾ കൈമാറുന്ന കാഴ്ച കാണുക. നിന്റെ കുമ്പസാര വാർത്തക്ക് എന്താണ് അർത്ഥം? ഈ ചാനൽ ജനിച്ചത് തന്നെ ചാപിള്ളയായിട്ടാ. ഒരു ലോഞ്ചിങ് പ്രോഗ്രാം പോലും കോൺഫിഡൻഷ്യലായിട്ട് ചെയ്യാൻ കഴിയാത്ത നിന്നെ കണ്ടിട്ടാണോ ഞാൻ കാശ് മുടക്കേണ്ടത്? മതി, മടക്കി കെട്ടിയേ. ഭരതൻ പിള്ളയുടെ വീടിന് മുന്നിൽ നിന്ന് ക്യാമറാമാൻ വേണുവിനോടൊപ്പം രേണുക. നീ അവളെ എവിടെ വിട്ടേ? വണ്ടി എടുക്കാം, ഭാരത വിഷനിലോട്ട്. നീ തീർന്നു. ഇനി നീയില്ല. പേ പിടിച്ച് ചത്തുന്ന് ഞാൻ കൂട്ടിക്കോളാം. ഹലോ വേണു, ഒരുപാട് ഉയരത്തിൽ നിന്ന നീ എന്നെ വലിച്ചു നിലത്തിട്ടത്. സന്തോഷം അറിയിക്കാൻ വിളിച്ചതാ. ഒരു നല്ല മുറിവും പിന്നീട് അത് ഉണങ്ങുമ്പോൾ എനിക്ക് കിട്ടുന്ന മൂർച്ചയും എനിക്കറിയൂ. അത് നീയും അറിയും. ഡെമോക്രാറ്റിക് പാർട്ടിയുടെ ഇപ്പോൾ ചേർന്ന കേന്ദ്ര കമ്മിറ്റി യോഗം ശ്രീ ഭരതൻ പിള്ളയെ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് അടിയന്തരമായി നീക്കം ചെയ്യാൻ തീരുമാനിച്ചു. അതോടൊപ്പം ഭരതൻ പിള്ളയ്ക്കും രാജൻ കർത്തയ്ക്കുമെതിരെ വിജിലൻസ് അന്വേഷണം നടത്താൻ സംസ്ഥാന സർക്കാരിനോട് കേന്ദ്ര നേതൃത്വം ശുപാർശ ചെയ്തു.